അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ആഗ്രഹത്തിന്റെ ബാക്കിയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കണേ. നോക്ക് എന്ത് അടിപൊളിയായിട്ടാണ് ചേച്ചി ഡ്രൈവ് ചെയ്യണേന്ന്. ഞാനിതെന്ത് തേങ്ങയാണ് കാണിക്കണേന്ന് അറിയാതെ മാമൻ നോക്കുന്ന നോട്ടാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കണേ. പിന്നെ നേരെ പോയി തേയിലത്തോട്ടത്തിന്റെ നടുക്ക് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങ് എടുത്ത് എന്നെ കണ്ടാ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അങ്ങ് സെറ്റ് ആയില്ല. ഇതിന്റെ നടുവിൽ ഒരു വീട് വെച്ചങ്ങ് താമസിച്ചാല എന്തോ ഒരു ഭംഗി. പിന്നെ നമ്മുടെ ചേച്ചി അവിടെ കണ്ട ഒരു ചേച്ചിയായിട്ട് വർത്താനം പറയാനാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കണേ. ഇത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്ന അവരുടെ ഷോപ്പും. അവിടെ നോക്കിയപ്പോ അതേ ഉപ്പിലിട്ട് വെച്ചേക്കുന്നു. പിന്നെ ഒരു മാമി ഇന്ന് ചോളം കട്ട് ചെയ്യണ കാഴ്ചയാണിത്. പിന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദേ കിടക്കണ രണ്ടെണ്ണം. പിന്നെ അതിനെയൊക്കെ വാരിപ്പറക്കി വണ്ടിക്കകത്തിട്ടിട്ട് നേരെ നമ്മൾ പോയത് ഒരു റിസോർട്ടിലായിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും എന്താ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ചേച്ചിയുടെ സ്റ്റെപ്സ് ഒക്കെ കണ്ടിട്ട് പണ്ടത്തെ കലാതിലകായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഗോപമാമൻ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ സുന ചേച്ചിയുടെ മാസ്റ്റർ പീസ് ആയിട്ടായ കൈകൊട്ടി കളിയുടെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇട്ടിട്ട് ഞാനും ചേച്ചിയും കൂടെ കുറച്ചേരം ഒരേ സ്റ്റെപ്പ് ഇട്ട് തുള്ളി കളിച്ച്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് രാത്രി ഗോപമാമ സെർവ് ചെയ്ത ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങി ഗൈസ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ആ വൈബ് അങ്ങ് സെറ്റ് ആവാൻ വേണ്ടി രാവിലെ തന്നെ 2 ഡാൻസും കളിച്ച്. പിന്നെ ഗോപമാമനെയും പിടിച്ചെടുത്തിട്ട് വരുന്ന മാമന്റെ കൂടെ 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ചു നേരം സെൽഫ് വൈബ് ആസ്വദിക്കാൻ പോയതാണ് ഗൈസ്. നോക്കിയപ്പോ ദേ വന്നു എന്നെ വിളിക്കാൻ. മോൾ ഒറ്റയ്ക്ക് നിൽക്കണ്ട, വന്ന് ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറവനാൻ കുറത്തി സ്റ്റാച്ചു കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അതിന്റെ വീഡിയോ എൻ്റെ മിസ്സായി. ഇനി നമുക്ക് കുറച്ച് അഡ്വഞ്ചറസ് പിടിക്കാം, കുറച്ച് കാട് മലയൊക്കെ കയറിയിട്ട് വരാം. പക്ഷെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.